ഇൻഫെർട്ടിലിറ്റി ഒരു കോമൺ കേസായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇതുപോലെ കുറെ സ്കാംസും ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്. സോ ഇത്തരം സ്കാമുകളിൽ വീഴുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ പ്രഗ്നൻസി റിലേറ്റഡ് അല്ലെങ്കിൽ സ്പേം റിലേറ്റഡ് കംപ്ലൈന്റ് ഒക്കെ നമുക്ക് ശരിയാക്കാൻ ഈ നാച്ചുറലി കഴിയെങ്കിൽ അത് ഫസ്റ്റ് പ്രിഫർ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളിലേക്കൊക്കെ പോവുക. മെയിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റിലൂടെ തന്നെ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാല് ഈ സ്പേം കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റില് ദിവസേന തക്കാളി, വാട്ടർമെലൺ ഇത് രണ്ടും ആഡ് ചെയ്താല് ഇതിൽ കോമൺ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ലൈക്കോപീൻ എന്ന് പറയുന്നത്. ഇതുവഴി നമ്മുടെ DNA ഡാമേജ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്വാളിറ്റി സ്പേംസ് ഉണ്ടാവാനും ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്ലഡ് സപ്ലൈ ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റില് ബീട്രൂട്ട്, ബെറീസ്, ഉറുമാമ്പഴം, വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ് ഇതൊക്കെ ആഡ് ചെയ്താൽ നമ്മുടെ ബ്ലഡ് സപ്ലൈ കൂട്ടാം. ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള ആൾക്കാർ, അതായത് ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റില് അവകാഡോ, എഗ്, ബീഫ്, ചെമ്മീൻ, ഓയസ്റ്റർ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ പരമാവധി ഇൻഫ്ലമേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ്. ഇതിൽ വാൾനട്ട് വരും, ഈ സാൽമണ്ട് തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഇതും നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. കൂടെ തന്നെ ഇതിന്റെ കൂടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും.